നമുക്കങ്ങനെ ആത്മാർത്ഥമായ ഒരു ബന്ധവും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 22 വർഷം വരെ വേണമെങ്കിൽ നമുക്ക് ആ പ്രതീക്ഷയോടുകൂടി ജീവിക്കാം. പിന്നെ എന്തിന്റെ പേരിൽ നിങ്ങൾ ഈ സ്ത്രീയുടെ കൂടെ താമസിക്കാൻ ഇതായിട്ട് വന്നിരിക്കുന്നു? ഇല്ലെങ്കിൽ നമ്മൾ 100% എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു ദാണ്ട ഇങ്ങനെ എന്നുള്ളതായിരിക്കണം. ഇത് രണ്ടുമല്ല. ഏത് രീതിയിലായാലും നീതിയല്ലാത്ത പോലെ ജീവിക്കുക എന്നുള്ളതാണോ? നിങ്ങളുടെ സ്ഥാനത്ത് ഈ സ്ത്രീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ എന്ത് നാണക്കേട് ഉണ്ടാവുമായിരുന്നു ബിജുവിന്? അല്ലേ? നിങ്ങളിപ്പോ ഇല്ലാതാക്കിയെന്ന് പറയുന്നത് 2 മക്കളും കുടുംബമായിട്ട് താമസിച്ചിരുന്ന ഒരു വീട്ടിനകത്ത് വളരെ സത്യസന്ധമായി ഇടപെട്ട് നല്ല സൗഹൃദം സ്ഥാപിച്ചിട്ട് ആ വീട്ടിലെ സ്ത്രീയെ നാടൻ ഭാഷയെ പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോയി. പക്ഷെ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ആ ബോധം അവർക്കാണ് ഉണ്ടാകേണ്ടത്. സമ്പത്ത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചിട്ടി പിടിക്കുക, പലിശയ്ക്ക് കൊടുക്കുക. എനിക്കൊരു സംശയമുണ്ട്. ഞാൻ കൈരളി ചാനലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ 2 തട്ടിലായത്. എനിക്ക് അതിലൊരു സംശയമുണ്ട്. എന്റെ മനസ്സ് പറയുന്നു ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ മുഖം കാണുമ്പോഴും ഇവരുടെ രണ്ടുപേരും കൂടെ മാറി നിന്നിട്ട് അവൾ ഇതിൽ നിന്നങ്ങ് മാറിയെന്ന്. അല്ല, ഇതിനെപ്പറ്റി ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പം പിണങ്ങിപ്പോയി. അന്ന് രാത്രി ഞാൻ അവിടെ ചെന്നിരുന്നു. പിന്നൊരു സംഭവം ഉണ്ട്. കുഞ്ഞുങ്ങളെ കണ്ട് അവർക്ക് പൈസ കൊടുത്ത് അനുഭവിച്ച് പൈസ കൊടുത്തായിരുന്നു. ഇല്ല, ഞാൻ തിരിച്ചു വിളിക്കും. ഇത് സംശയം കൊണ്ടാണോ വിളിക്കുന്നത്? എത്ര മണിയായാലും വിളിക്കുകയാണെ ഞാൻ തിരിച്ചു വിളിക്കും. എന്താ സംശയം കൊണ്ടാണോ? ഞാൻ ആരെയും വിളിക്കുന്നില്ല. അതെ, ഒരുപാട് അനുഭവിച്ചു. സാമ്പത്തിക പറഞ്ഞിരിക്കാവുന്ന കാര്യമല്ലേ ഉള്ളു. നിനക്ക് പൈസ തരാനുണ്ടെങ്കിൽ ഞാൻ തന്നിരിക്കും. നീയായിട്ട് ഇനി മറ്റ് അതിനകത്ത് ഒരു ബന്ധത്തിന് ഞാൻ തയ്യാറല്ലെന്ന് ധൈര്യമായിട്ട് പറഞ്ഞുകൂടാ. ഒരു സാമ്പത്തിക കാര്യമല്ലേ അല്ലേ? അതേപോലെ കേസ് കൊടുത്ത് പൈസ ഇപ്പൊ തരും, അല്ലെങ്കിൽ ഇത്ര മാസത്തിനകത്ത് തരും. അതുകൊണ്ട് നമ്മളുടെ ബന്ധം തീരുന്നു. ഞാൻ എന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ഇനി നീയായിട്ട് ഒരു ബന്ധമില്ല, ഒരു കാരണവശാലും ശല്യപ്പെടുത്തരുതെന്ന് പറയാൻ ഒരു ധൈര്യം വേണ്ടായ ബിജുവിന്. അത് കാണുന്നില്ല ഇപ്പോഴും. അല്ലല്ല, ഞാൻ ഈ ഒരു ബന്ധത്തിൽ അല്ലല്ല മനസ്സാക്ഷിയുടെ ഞാൻ ഈ ഒരു ബന്ധത്തിന്റെ പുറത്ത് ദേഹത്തിൽ ഒരുപാട് ചെയ്തൊരു വ്യക്തിയത്. ഈ ഒരു ബന്ധം തുടങ്ങിയതിനെ പിന്നെ അല്ലാതെ ഈ 12 വർഷക്കാലം ഞാൻ എന്റെ കുടുംബം എങ്ങനെയാന്ന് നോക്കി. നിങ്ങൾ അങ്ങേയറ്റ സ്നേഹമായിട്ട് 12 കൊല്ലം നോക്കിയതാണ് ഈ ഒരു സ്ത്രീയുമായിട്ട്. പക്ഷെ അതിന് മുൻപ് ഒരു പ്രാവശ്യം നിങ്ങൾ വഴക്കുണ്ടാക്കി ആ സ്ത്രീയുടെ ഭാര്യയിൽ പൊട്ടി. എന്നിട്ടും ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. കംപ്ലൈന്റ് ഒന്നും ഞാൻ കൊടുത്തില്ല. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 പറഞ്ഞ് പറ്റിപ്പോയതാണ്. അതിനും എനിക്ക് പരാതിയില്ല. പക്ഷെ ഈ സ്ത്രീയെ കണ്ടതിന് ശേഷം 2 വർഷം ഞാൻ ഒരുപാട് അനുഭവിച്ചു. ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? അല്ല, ശുദ്ധ മനസ്സാണെങ്കിൽ ഇപ്പൊ അറിയാം. ഒന്ന് പറഞ്ഞേ. അങ്ങനെ പോകത്തുന്ന വിശ്വാസം ഞാൻ ഇതേ ഉത്തരവ് പ്രതീക്ഷിച്ചേ. ഈ ഉത്തരം തന്നെ അയച്ചു പ്രതീക്ഷിച്ചു. ഇങ്ങനെ തന്നെ പറയൂ. എന്നെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ നേരെ എന്നോട് അങ്ങനെ ഒരു വഞ്ചനയും കാണിക്കാതിരുന്നതാണ് തെറ്റ്. എന്നോട് അങ്ങനെ ഒരു വഞ്ചന കാണിച്ചിട്ടില്ല. അപ്പൊ വഞ്ചനയാ നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക് അറിയാം. അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്തത് തെറ്റായി പോയി എന്നുള്ളത് അയാൾക്ക് മനസ്സിലായി. തെറ്റായി പോയി എന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും ബിജുവിന് ആ സ്ത്രീയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി അറിയാനുള്ളൊരു കാര്യം, ബിജുവിന്റെ ഭാര്യയുടെ ബലമായ സംശയം ആ സ്ത്രീ വീണ്ടും സാമ്പത്തിക ഇടപാടോ മറ്റു കാര്യങ്ങളോ സംസാരിക്കാൻ വീണ്ടും വരികയും വീണ്ടും ഞങ്ങൾ തമ്മിൽ വെറും സൗഹൃദം മാത്രമേ ഉള്ളൂ, പണ്ടത്തെ ബന്ധങ്ങളൊന്നുമില്ല, സാമ്പത്തിക ഇടപാട് നടത്തുക എന്നും പറഞ്ഞ് വീണ്ടും നിങ്ങൾ പഴയതിലേക്ക് പോകുമെന്നില്ല. ഒരിക്കലും സംഭവിക്കത്തില്ല. അതാണ് അവർക്ക് പ്രധാനം. ആ ഉറപ്പ് നിങ്ങൾ ഇവിടെ പാനലിന്റെ മുമ്പിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരേണ്ടി വരും. അങ്ങനെ ഉണ്ടായാൽ അതിന്റെ ഭവിഷ്യത്തുകൾ ബാധിപ്പിക്കണം. പിന്നെ അവർക്ക് പറയാനുള്ള ഡിമാൻഡ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഇപ്പോ താമസിക്കുന്ന വീട് 75,000 രൂപ നിങ്ങളുടെ സഹോദരിക്ക് സ്ത്രീധന തുകയായിട്ട് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ സഹോദരിയുടെ പേരിൽ എഴുതി വെച്ചതാണ് 8 സെന്റ് ഒരു വീടും. അത് ഒത്തിരി അനുഭവിച്ചു മാഡം, ഒത്തിരി അനുഭവിച്ചു ഈ കുഞ്ഞ്. ഞങ്ങളിതെല്ലാം കണ്ടു വിഷമിക്കാമെന്നല്ല. ഞങ്ങൾക്കൊരു സഹോദരനില്ലല്ലോ. ആദ്യത്തെ 2 വർഷമായി ചിരിച്ചിട്ട്. ഇപ്പോഴും അവന്റെ അച്ഛന്റെ കൂടെ 2 ദിവസം പോയി ആ ഒരു സന്തോഷം. ആ കുഞ്ഞ് പിന്നെ തിരിച്ച് 2 ദിവസം നിന്നിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും എന്തോ സന്തോഷമായിരുന്നു അതിന്റെ മുഖത്ത്. ഗ്ലൂമി ആയിട്ടാ കുട്ടി. മറ്റേ ഞങ്ങളുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല. അവരൊക്കെ എന്റെ മക്കള് അച്ഛ അമ്മയെന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആ കുഞ്ഞുങ്ങളുടെ മനസ്സ് പൊടിയുക. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുതും ഇനി ആർക്കും. അല്ല, അതൊക്കെ വളരെയധികം വിഷമമുണ്ട്. അതിന്റെ പശ്ചാത്താപമൊക്കെ ഉണ്ട്. പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ 2 പേരും ഒരുമിച്ച് സ്നേഹമായിട്ട് ജീവിക്കുന്നു. ഇനി അങ്ങോട്ട് അധ്വാനിക്കുന്നതൊക്കെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയാണ് എന്നുള്ള ഉറപ്പാണ്.